ഹലോ, ഇന്നേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ജാർ എടുക്കുക. അതിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് നമ്മൾ അരിപ്പൊടി എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മുട്ട, അതുപോലെ തന്നെ ഒരു അര തൊട്ട് മുക്കാൽ കപ്പിൻ്റെ ഇടയിലായിട്ട് നമുക്ക് തേങ്ങ ചെരുക്കി ഇട്ട് കൊടുക്കുക, 2 ഏലക്കായ ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്ത് ഇതേപോലെ കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് നരച്ചെടുത്ത് നമുക്ക് ഇതുപോലെ ദോശ ചുടുന്ന പോലെ ചുട്ടെടുത്ത് നമ്മളുടെ മുട്ടപ്പത്തിരി റെഡിയാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പഞ്ചസാര ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കറിയുടെ കൂടെ ചിക്കൻ കറി അതുപോലെ തന്നെ മുട്ടക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി എന്താണ്, നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചങ്ങോട്ട് കഴിക്കുക. സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ മുട്ടപ്പത്തിരി എന്ന് പറയാം. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത്